The first term of an AP is 50 and the common difference is -1. The sum of first 101 terms of the sequence is dash. ഇവിടെ ഒരു AP യിലെ ഒന്നാം പദം നൽകിയിട്ടുണ്ട് 50. അതിൻ്റെ കോമൺ ഡിഫറൻസ് -1 ആണെന്ന് നൽകിയിട്ടുണ്ട്. അതിലെ ആദ്യത്തെ 101 പദങ്ങളുടെ തുക കണ്ടുപിടിക്കണം. അപ്പോൾ ഒരു AP യിലെ ആദ്യത്തെ n ടേംസിൻ്റെ സം കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. Sn സമം n/2 ഇൻറ്റു 2f പ്ലസ് n-1 ഇൻറ്റു d. Sn is equal to n/2 ഇൻറ്റു 2f പ്ലസ് n-1 ഇൻറ്റു d. അപ്പോൾ ഇവിടെ എഫ് ആദ്യ പദം, ഡി പൊതുവ്യത്യാസം, എൻ നമ്പർ ഓഫ് ടേംസ്. ഇവിടെ ആദ്യ പദം എഫ് നൽകിയിട്ടുണ്ട് 50, കോമൺ ഡിഫറൻസ് ഡി -1, ദെൻ എൻ നമുക്ക് എത്ര പദങ്ങളുടെ തുകയാണ് കണ്ട് 101, ആദ്യത്തെ 101. അപ്പോൾ എന്നിന് 101 കൊടുക്കുക. ഈ വാല്യൂസ് ഇവിടെ കൊടുക്കുമ്പോൾ 101/2 ഇൻറ്റു 2 ഗുണം 50 പ്ലസ് n-1. n-1 എന്ത് വരും? 101 നിന്ന് 1 കുറയ്ക്കുക, അതായത് 100 വരും. 100 ഇൻറ്റു -1 നോക്കുക. 101/2 ഇൻറ്റു 2 ഗുണം 50 100 പ്ലസ് 100 ഇൻറ്റു -1 -100 ഈക്വൽ ടു 101/2 ഇൻറ്റു 100ഉം -100ഉം കൂടെ കൂട്ടിയാൽ ഉത്തരം 0 ആവും. ഗുണം 0 വരും, അതായത് ഫൈനൽ വാല്യൂ 0 ആണ്. അപ്പോൾ നമുക്ക് വേണ്ട സം 0 ആണ്. ശരി ഉത്തരം ഓപ്ഷൻ ബി 0. ഇൻ ദി ഫിഗർ ദി ഹൈറ്റ് ഓഫ് ദി ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ഈസ് 3√3 cm. ദി പെരിമീറ്റർ ഓഫ് ദി ട്രയാങ്കിൾ ഈസ് ഡാഷ്. ഇവിടെ ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഹൈറ്റ് 3√3 cm ആണെന്ന് നൽകിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കണം. പെരിമീറ്റർ എന്നാൽ ചുറ്റളവ്. ചുറ്റളവ് കാണണമെങ്കിൽ 3 വശങ്ങളുടെയും നീളങ്ങൾ വേണം. ഇവിടെ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണമായതുകൊണ്ട് 3 വശങ്ങൾക്ക് ഒരേ നീളമാണ്. അപ്പോൾ നമുക്ക് ഒരു വശത്തിൻ്റെ നീളം കണ്ടുപിടിച്ചാൽ ഇതിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കാം. അപ്പോൾ ഒരു വശത്തിനെ നമുക്ക് എ കൊണ്ട് സൂചിപ്പിക്കാം. ഒരു വശത്തിൻ്റെ നീളവും ഇതിൻ്റെ ഹൈറ്റും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അതായത് ഒരു വശത്തിൻ്റെ നീളം എ ആണെങ്കിൽ ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് √3/2 a ആയിരിക്കും. ഓർക്കുക, ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിളിൽ അല്ലെങ്കിൽ സമഭുജ ത്രികോണത്തിൽ ഒരു വശം എ ആണെങ്കിൽ അതിൻ്റെ ഹൈറ്റ് √3/2 a ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ ഹൈറ്റ് തന്നിട്ടുണ്ട് 3√3 cm. നമുക്ക് √3/2 a ഈക്വൽ ടു 3√3 എന്നെടുക്കുക. ഇത് സിംപ്ലിഫൈ ചെയ്ത് എയുടെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ എ കണ്ടുപിടിക്കണമെങ്കിൽ ഈ √3/2നെ മറുസൈഡിൽ ചെല്ലണം. അപ്പോൾ എ ഈക്വൽ ടു 3√3 ഇൻറ്റു ഇവിടുത്തെ √3/2 മറുസൈഡിൽ വരുമ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ എഴുതണം, അതായത് 2/√3 എന്ന് എഴുതുക. ഇനി ഇവിടുന്ന് √3 ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 3 × 2 6, അതായത് ഒരു വശത്തിൻ്റെ നീളം 6 cm എന്ന് കിട്ടി. അപ്പോൾ പെരിമീറ്റർ അഥവാ ചുറ്റളവ് എന്ത് വരും? 3 വശങ്ങൾക്കും തുല്യ നീളമാണ്. അതുകൊണ്ട് ചുറ്റളവ് കാണാൻ ഒരു വശത്തിൻ്റെ നീളത്തിനെ 3 കൊണ്ട് ഗുണിച്ചാൽ മതി, അല്ലെങ്കിൽ 3 × 6 18 cm. ശരി ഉത്തരം ഓപ്ഷൻ ഡി 18. If x minus 1/x equal to 3, then what is x² plus 1/x²? ഇവിടെ x minus 1/xൻ്റെ വാല്യൂ നൽകിയിട്ടുണ്ട് 3. നമുക്ക് x² plus 1/x² കാണണം. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. നമുക്കറിയാം a-b² എന്താണ്? a-b² ഈക്വൽ ടു a² പ്ലസ് b² മൈനസ് 2ab ആണ്. a² പ്ലസ് b² മൈനസ് 2ab. ചിലപ്പോൾ a² മൈനസ് 2ab പ്ലസ് b² എന്ന് എഴുതാറുണ്ട്. എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് x മൈനസ് 1/xൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാമല്ലോ. ഈക്വൽ ടു എയുടെ സ്ഥാനത്ത് x, അപ്പോൾ x² പ്ലസ് 1/xൻ്റെ സ്ക്വയർ ആണ് അടുത്ത് വേണ്ടത്. ബിയുടെ സ്ഥാനത്ത് 1/x ആണ്. അപ്പോൾ b² സ്ഥാനത്ത് 1/xൻ്റെ സ്ക്വയർ കാണണം. 1/xൻ്റെ സ്ക്വയർ 1/x² ആണ്. മൈനസ് 2 ഇൻറ്റു ab, എയുടെ സ്ഥാനത്ത് എക്സും ബിയുടെ സ്ഥാനത്ത് 1/x. നോക്കുക, എക്സും 1/xും ക്യാൻസലാവും. ഈ എക്സുകൾ ക്യാൻസലാവും, പോയിട്ട് 2 എന്ന് വരും. ദിസ് ഈക്വൽ ടു s² പ്ലസ് 1/x² മൈനസ് 2 എന്ന് കിട്ടും.
അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ ഈക്വൽ ടു എക്സ് മൈനസ് 1/x ദി ഹോൾ സ്ക്വയർ, ഈ 2നെ അപ്പുറമായിട്ട് കൊണ്ടുവന്നു +2 എന്ന് വരും. ഇതൊരു ഇക്വേഷനായിട്ട് കാണാതെ പഠിച്ചു വെക്കാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിക്കാം. ദിസ് ഈക്വൽ ടു എക്സ് മൈനസ് 1/xൻ്റെ വാല്യൂ നമുക്കറിയാം 3, അതായത് 3 സ്ക്വയർ +2 എന്ന് വരും. 3 സ്ക്വയർ എത്രയാണ്? 9. 9 + 2 11. അപ്പോൾ ഉത്തരം 11. ശരി ഉത്തരം ഓപ്ഷൻ സി. ഇതിൽ എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ ഈക്വൽ ടു എക്സ് മൈനസ് 1/x ദി ഹോൾ സ്ക്വയർ +2. ഈ ഇക്വേഷൻ ഓർത്തു വെക്കാമെങ്കിൽ മത്സര പരീക്ഷകളിൽ നമുക്ക് പ്രയോജനപ്പെടും. ഫോർ 2 നമ്പേഴ്സ് എക്സ് ആൻഡ് വൈ, xy ഈക്വൽ ടു 112 ആൻഡ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 9, ദെൻ എക്സ് പ്ലസ് വൈ ഈസ് ഡാഷ്. ഇവിടെ എക്സും വൈയും 2 നമ്പേഴ്സ് ആണെങ്കിൽ എക്സ് വൈ, അതായത് എക്സ് ഇൻറ്റു വൈ, ആ വാല്യൂ 112ഉം എക്സ് മൈനസ് വൈ 9ഉമാണ്. നമുക്ക് എക്സ് പ്ലസ് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈയും എക്സ് വൈയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഇക്വേഷൻ നമുക്കുണ്ട്. എക്സ് മൈനസ് വൈയും എക്സ് വൈയും അറിയാമെങ്കിൽ എക്സ് പ്ലസ് വൈ കണ്ടുപിടിക്കാനായിട്ട് ഉള്ള ഇക്വേഷൻ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ പ്ലസ് 4xy ആണ്. 4xy. ഇവിടെ എക്സ് മൈനസ് വൈയുടെ വാല്യൂ നമുക്കറിയാം 9. അപ്പോൾ ഇത് 9 സ്ക്വയർ പ്ലസ് 4 ഗുണം 112 എന്ന് വരും. 9ൻ്റെ സ്ക്വയർ 81 പ്ലസ് 112 ഗുണം 4 448. കൂട്ടി കഴിയുമ്പോൾ 529 എന്ന് കിട്ടും. അപ്പോൾ എക്സ് പ്ലസ് വൈ സമം 500. എക്സ് പ്ലസ് വൈയുടെ സ്ക്വയറാണ് 529. 529ൻ്റെ സ്ക്വയർ റൂട്ട് കാണുക. 529. 529ൻ്റെ സ്ക്വയർ റൂട്ട് 23 ആണ്. അപ്പോൾ എക്സ് പ്ലസ് വൈയുടെ വാല്യൂ 23. ശരി ഉത്തരം ഓപ്ഷൻ ഡി. ദി ഫ്രാക്ഷൻ ടു ബി ആഡഡ് ടു എക്സ് സ്ക്വയർ മൈനസ് 8/7x പ്ലസ് 5/49 ടു മേക്ക് ഇറ്റ് എ പെർഫെക്റ്റ് സ്ക്വയർ ഈസ് ഡാഷ്. അപ്പോൾ നമുക്കിവിടെ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ നൽകിയിട്ടുണ്ട്. എക്സ് സ്ക്വയർ മൈനസ് 8/7x പ്ലസ് 5/49. അപ്പോൾ ഇതിനെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കാനായിട്ട് ഇതിനോട് ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏത് ഫ്രാക്ഷനാണ് ആഡ് ചെയ്യേണ്ടത് എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടുത്തെ കോൺസ്റ്റൻറ്റ് ടേം ശ്രദ്ധിക്കുക. 5/49 ആണ്. ഈ 5/49ൻ്റെ സ്ഥാനത്ത് ഈ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് പകുതിയുടെ സ്ക്വയർ വരികയാണെങ്കിൽ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും. ഓർക്കുക, എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് പകുതിയുടെ സ്ക്വയർ ആണ് കോൺസ്റ്റൻറ്റ് ടേമായിട്ട് വരുന്നതെങ്കിൽ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും. ഈ എക്സ്പ്രഷൻ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് വരും. അപ്പോൾ ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് പകുതിയുടെ സ്ക്വയർ എത്രയെന്ന് നമുക്ക് നോക്കാം. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് -8/7 ആണ്. നമുക്കതിനകത്ത് മൈനസ് ഒഴിവാക്കി 8/7 എന്ന് എടുക്കാം. അപ്പോൾ 8/7ൻ്റെ പകുതി കാണണം. പകുതി കാണാൻ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ 8നെ 2 കൊണ്ട് ഹരിക്കാമല്ലോ. ഇവിടെ 4 വരും. 7ൽ 4 എന്ന് വരും. ഇതിൻ്റെ സ്ക്വയർ എടുക്കണം. 7ൽ 4ൻ്റെ സ്ക്വയർ, ഫ്രാക്ഷൻ്റെ സ്ക്വയർ കാണാൻ ന്യൂമറേറ്ററിൻ്റെ സ്ക്വയർ ബൈ ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ കണ്ടാൽ മതി. 16/49. അപ്പോൾ 49ൽ 5ൻ്റെ സ്ഥാനത്ത് 49ൽ 16 ആയിരുന്നെങ്കിൽ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആകുമായിരുന്നു. അപ്പോൾ ഇനി 49ൽ 5നോട് ഏത് സംഖ്യ കൂട്ടിയാൽ 49ൽ 16 കിട്ടും എന്ന് നോക്കിയാൽ മതി. അതറിയുന്നതിനായിട്ട് ഈ 49ൽ 16ൽ നിന്നും നിലവിലുള്ള 49ൽ 5 കുറയ്ക്കുക. ഛേദം സെയിം ആണ്. അതുകൊണ്ട് ഉത്തരത്തിൻ്റെ ഛേദം 49 എന്ന് കൊടുക്കുക. അംശത്തിൽ കുറച്ചാൽ മതി. 16ൽ നിന്ന് 5 കുറച്ചാൽ 11. അപ്പോൾ ആഡ് ചെയ്യേണ്ട നമ്പർ 49ൽ 11 ആണ്. ശരി ഉത്തരം ഓപ്ഷൻ ബി 49ൽ 11.